അങ്ങനെ വെറും 17 റിലീസുകളുമായിട്ട് 2026 മാർച്ച് മാസം കടന്നുപോയി. പരീക്ഷാ മാസമാണ്. പോരാത്തതിന് മിഡിൽ ഈസ്റ്റ് യുദ്ധം, ക്രൈസിസ് ഒക്കെ കാരണം സിനിമാക്കാരെ നോക്കിക്കളിച്ചൊരു മാസമാണ്. എന്നിട്ടും വല്ല ഗുണം ഉണ്ടായോ? അഭിപ്രായം നോക്കാം. മാർച്ച് മാസത്തെ സിനിമകളുടെ അനാലിസിസിലേക്ക് കടക്കാം. കഴിഞ്ഞ മാസത്തെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഡ്രൈ മാസമായിരുന്നു. വേറെ പടങ്ങളൊന്നും ഇല്ലാത്ത സ്പേസിൽ ആശകളായാലും സ്വല്പം ഓടി എന്നുള്ളത് ഒഴിച്ചാൽ ഒരു ഹിറ്റും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അനോമിയെ പറ്റി പറഞ്ഞില്ല എന്ന് കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിട്ടുപോയതാണ്, സോറി. അപ്പോൾ അങ്ങനെ ഹിറ്റ് കിട്ടാതെ നീണ്ട സമയത്താണ് അത് സംഭവിച്ചത്. സംഭവം അധ്യായം 1. പടത്തിന്റെ ട്രെയിലറൊക്കെ അടിപൊളിയായിരുന്നു. അഷ്കർ അലി, വിനീത് കുമാർ, അങ്ങനെ വളരെ ചെറിയ കാസ്റ്റിൽ വന്ന സംഭവം വളരെ ലോ ബഡ്ജറ്റിൽ ചെയ്തൊരു പടമാണ്. പക്ഷേ പൈസ ഇറക്കേണ്ടിടത്ത് അവർ ഇറക്കി. പടത്തിന്റെ സൗണ്ട് ഡിസൈനൊക്കെ കിടിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ കണ്ടവർക്ക് നഷ്ടം തോന്നില്ല. പിന്നെ ടൈം ലൂപ്പ്, ടൈം ലൈൻ ബെൻഡിങ്, അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് പരിപാടിയൊക്കെ പടം ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാതെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. പടം ചെറുതാണെങ്കിലും അവർ നല്ല രീതിക്ക് സിനിമ പ്രൊമോട്ട് ചെയ്തു കേട്ടോ. അതായത് പടം റിലീസായ കാര്യം അതിന്റെ ടാർഗറ്റ് ഓഡിയൻസ് അറിഞ്ഞു. നല്ല വേർഡ് ഓഫ് മൗത്ത് കൂടി വന്നപ്പോൾ റിലീസ് കഴിഞ്ഞുള്ള ഫോളോ അപ്പ് പ്രൊമോഷനും നല്ല രീതിക്ക് ചെയ്തു. അടുത്തൊരു മേജർ റിലീസായിട്ട് ആട് 3 വരാൻ 2 ആഴ്ചയോളം സമയമെടുത്തു. ആ 2 ആഴ്ച ഓപ്പണായി കിട്ടിയത് സംഭവത്തിന് നല്ല ബൂസ്റ്റായി. ഇതേ ഡയറക്ടർ ജിത്തു സതീശന്റെ ഇതേ പേരിലുള്ള ഒരു ഷോർട്ട് ഫിലിം ബേസ് ചെയ്തിട്ടാണ് ഈ പടം ചെയ്തത്. പക്ഷേ സിനിമയായിട്ട് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ചുമ്മാ അങ്ങോട്ട് വലിച്ചു നീട്ടിയിട്ടില്ല ആ ഷോർട്ട് ഫിലിമിന്. ഇത് നിങ്ങൾ കുറെ പേര് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കണ്ടത് OTT-യിലാണെന്നറിയാം. പക്ഷേ എനിക്ക് കിട്ടിയ വിശ്വസിക്കാവുന്ന ഇൻസൈഡ് റിപ്പോർട്ട്സ് പ്രകാരം നല്ല ലോ ബഡ്ജറ്റിലാണ് പടം ചെയ്തിരിക്കുന്നത്. അത് തിയേറ്ററിലെ കളക്ഷനും OTT കച്ചവടവും കൊണ്ട് തന്നെ ബ്രേക്ക് ഈവൻ ആയി. അതായത് നഷ്ടമൊന്നുമില്ല. വലിയ ഹിറ്റെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഇങ്ങനൊരു കാസ്റ്റിൽ, അതും ഇങ്ങനൊരു കോൺസെപ്റ്റിൽ പ്രൊമോഷൻ ഉണ്ടായിരുന്നെങ്കിലും ഹൈപ്പില്ലാതിരുന്ന പടം നഷ്ടമല്ലാതാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, OTT സർക്കിളും ഇപ്പോൾ തിയേറ്ററിലെ ഹിറ്റ് നമ്പേഴ്സ് ഒക്കെ പരിഗണിച്ച പടം എടുക്കുന്നുള്ളൂ. സംഭവം ഹോട്ട്സ്റ്റാറിലാണ് വന്നിരിക്കുന്നത്. അത് നമ്പേഴ്സ് കൊടുത്ത മെറിറ്റാണ്. OTT-യിലും സംഭവം ഒരു സംഭവമായിക്കൊണ്ടിരിക്കുകയാണ്. പടത്തിന് ഹോട്ട്സ്റ്റാറിലൂടെ പാൻ ഇന്ത്യൻ റീച്ചാണ് കിട്ടുന്നത്. ആട് 3 അങ്ങനെ മാർച്ച് 19 വളരെ നാളത്തെ ഹൈപ്പിനും നല്ല ട്രെയിലറിനും ഒക്കെ ശേഷം ഷാജി പാപ്പന്റെയും ഗ്യാങ്ങിന്റെയും 3-ാം വരവ്. ഇത്തവണ ജോണർ ഷിഫ്റ്റിംഗ് ഉണ്ടാവും എന്നുള്ളത് വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി. ടൈം ട്രാവലും ഫാന്റസിയും അതിലൊക്കെ കൊണ്ടുവയ്ക്കാവുന്ന ക്യാരക്ടേഴ്സും എല്ലാം കൂടി ഹൈപ്പ് അങ്ങ് കൊടുമുടിയിലായി പടത്തിന്റെ റിലീസിന് മുമ്പ്. എന്ത് ഹൈപ്പാണോ ഇത്? കൂടെ പാൻ ഇന്ത്യൻ മോൺസ്റ്റർ ദുരന്തർ 2 ഉണ്ടായിട്ടും വേൾഡ് വൈഡ് ആട് 3 നല്ല രീതിക്ക് സ്ക്രീൻസ് പിടിച്ചു. കുറെ കാലത്തിന് ശേഷം വന്ന ഈ ജയസൂര്യ പടം 100 കോടി ക്ലബിലൊക്കെ കയറി 3 ദിവസം കൊണ്ട് ബഡ്ജറ്റ് തിരിച്ചു പിടിച്ചു. കോഴിക്ക് മുല വന്നു, മനസ്സിലായല്ലോ. പക്ഷേ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം. സെഞ്ചുറി അടിക്കാൻ കഴിവുള്ള ഒരു പ്ലെയർ, അതിന് നല്ല സാധ്യതയുള്ള ഒരു കളിയിൽ 50 എടുത്തിട്ട് ഔട്ട് ആവുമ്പോൾ ഒരു ഇതില്ലേ, ആ ഒരു ഇത് ഇവിടെ അടിച്ചു. കാരണം സിനിമയ്ക്ക് അറിയാലോ മിക്സഡ് റെസ്പോൺസ് ആണ് വന്നത്. യുനാനിമസ്ലി പോസിറ്റീവ് എങ്ങാനും ആയിരുന്നെങ്കിൽ, അതായത് ആട് 2 ലെവലിൽ വളരെ ലൈക്കബിൾ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇൻഡസ്ട്രി ഹിറ്റിൽ കുറഞ്ഞതൊന്നും നോക്കണ്ടായിരുന്നു. ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ആവാനുള്ള പൊട്ടൻഷ്യൽ ആട് 3-ക്ക് ഉണ്ടായിരുന്നു. എന്നിട്ടും അത് അവിടെ എത്താത്തതിൽ നിരാശയുണ്ട്. ആൾക്കാർക്ക് ശരിക്കും ഈ ജോണർ ഷിഫ്റ്റിംഗ് ഒന്നും കാര്യമായിട്ട് പിടിച്ചിട്ടില്ല. പ്രത്യേകിച്ച് പടം പെട്ടെന്ന് തീർന്ന പോലെയുള്ള ആ ഒരു എൻഡിങ് എന്തുവാടായിരുന്നു. പലരെയും എന്താ പറയാ, ഒരു തൃപ്തി ഇല്ലാതെയാണ് തിയേറ്ററിൽ നിന്ന് ഇറക്കി വിട്ടത് പടം. എനിക്കും തൃപ്തി ഉണ്ടായിരുന്നില്ല അതിന്റെ ക്ലൈമാക്സിൽ. പക്ഷെ അതുവരെ ഞാൻ ഫുള്ള് ചിരിച്ചു, എൻജോയ് ചെയ്തു. ആ ജോണർ ഷിഫ്റ്റിംഗ് കാര്യങ്ങൾ, ആ ടൈം ലൈൻ, അതെല്ലാം ഭയങ്കര രസമായിരുന്നു. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിടിലം മേക്കിംഗ് ആണ്. പക്ഷെ ലാസ്റ്റ് കൊണ്ടുവന്ന് പെട്ടെന്ന് അങ്ങ് നിർത്തി. എന്തോ എനിക്ക് ആ ക്ലൈമാക്സ് തീരെ വർക്കായില്ല. നിങ്ങൾക്ക് അത് കണ്ടിട്ട് എന്ത് തോന്നുന്നുള്ളത് കമന്റിൽ പറയുക. എന്തായാലും ഇതിന് പിന്നീട് ഡയറക്ടർ മിഥുൻ മാനുവൽ തോമസ് തന്നെ അഡ്രസ് ചെയ്തിരുന്നു. അതായത് ആട് 2 പ്രതീക്ഷിച്ച് വന്നതിന്റെ കുഴപ്പമാണ് പുള്ളി മനസ്സിൽ കണ്ട സിനിമയുടെ ഇന്റർവെൽ വരെ ആയിട്ടുള്ളൂ, ഇനിയാണ് പടം തുടങ്ങുന്നത് എന്നൊക്കെ. ശരിക്കും സിനിമ ഇന്റർവെൽ ആയിട്ടേ ഉള്ളൂ. കാരണം കഥ പകുതിക്കല്ലേ നിൽക്കുന്നത്. ഇനിയാണ് ആക്ച്വലി ശരിക്കും സിനിമ തുടങ്ങുന്നത്. എന്തോ ക്രോസ് ഓവർ പോലെ എക്സൈറ്റിംഗ് ആയ ഒരു ഇവന്റ് സംഭവിച്ചിട്ട് അടുത്ത് എന്ത് നടക്കുമെന്ന് നോക്കിയിരുന്നപ്പോ പടം തീർന്നു. അങ്ങനെ അബ്രപ്റ്റായി പടം നിർത്തിയത് പ്രേക്ഷകരുടെ കുഴപ്പമാണോ? അല്ലല്ലോ. ഇനി 4-ാം ഭാഗം കൂടി വന്നാലേ പുള്ളിയുടെ മനസ്സിലെ ആട് 3 കംപ്ലീറ്റ് ആവൂ എന്നാണ് പറയുന്നത്. എന്തായാലും ഹിറ്റായി. ഹിറ്റ് ആവേണ്ട ലെവലിൽ
ആട് ഹിറ്റായില്ല. അതാണ് ഒരു വിഷമം. ഈ മാസത്തെ മറ്റൊരു മേജർ റിലീസ് ആടിന്റെ കൂടെയും ദുരന്തറിന്റെ കൂടെയും ക്ലാഷിനുണ്ടായിരുന്നു. ദുരന്തറിന്റെ ക്ലാഷ് വെച്ച് ധ്യാൻ ശ്രീനിവാസന്റെ ഭീഷ്മ, കൂടെ വിഷ്ണു ഉണ്ണികൃഷ്ണനും. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ഡയറക്ഷൻ. ഞാൻ പറയണല്ലോ, പടം മലയാളം അർത്ഥത്തിൽ ഒരു ദുരന്തറായി. എന്നാലും വേൾഡ് വൈഡ് സാധാരണ ധ്യാൻ ശ്രീനിവാസൻ പടങ്ങളിലും കൂടുതൽ സ്ക്രീനുകളിൽ ഈ ക്ലാഷിലും റിലീസായ പടമാണ് ഭീഷ്മ. പടത്തിന്റെ ട്രെയിലറോ പ്രൊമോഷൻ മെറ്റീരിയലോ ഒന്നും വലിയ കാര്യമില്ല. അപ്പൊ അതുപോലെ ഇന്റർവ്യൂ തമാശകളെ മെച്ചമുള്ളൂ. എന്നിട്ടും കുറെ സ്ക്രീൻ പിടിച്ചു. ആ പിടിച്ച പോലെ തന്നെ പെട്ടെന്ന് വാഷ് ഔട്ടും ആയി. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. പിന്നെ ധ്യാൻ ഈ മാസം മറ്റൊരു സ്ഫോടനം കൂടി ഉണ്ടായിരുന്നു, കല്യാണമരം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നീട് ഒരു മേജർ റിലീസ് വരുന്നത് നിവിൻ പോളി ബി ഉണ്ണികൃഷ്ണൻ ടീമിന്റെ പ്രതിച്ഛായയാണ്. സർവമയക്ക് ശേഷം വന്ന ബേബി ഗേൾ പൊട്ടിപ്പോയെങ്കിലും പ്രതിച്ഛായയുടെ ട്രെയിലർ വന്നപ്പോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ബി ഉണ്ണികൃഷ്ണന്റെ ഹൈപ്പിൽ വന്ന ആറാട്ടിനും ക്രിസ്റ്റഫറിനും ഒക്കെ പറ്റിയത് എന്താണെന്ന് ഞാൻ ഇനി പറയണ്ടല്ലോ. പക്ഷെ പ്രതിച്ഛായയുടെ ട്രെയിലർ പുള്ളി രണ്ടും കൽപ്പിച്ചാണെന്നൊരു തോന്നൽ, ഒരു പ്രതീതി ഉണ്ടാക്കി. പ്രതിച്ഛായ പാളിയാൽ സിനിമാ സംവിധാനം നിർത്തുമെന്ന് വരെ പുള്ളി പറഞ്ഞ സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മള് പുതിയതാണോ? ഒരു ഡയറക്ടർ അത്രയ്ക്ക് കോൺഫിഡന്റ് ആവുമ്പോ എന്തെങ്കിലുമൊക്കെ പടത്തിൽ ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരാം തിയേറ്ററിൽ നിന്ന് ഒടിയൻ കണ്ടിട്ട്. നിങ്ങളെ നിരാശപ്പെടുത്തില്ല, ദൈവം അനുഗ്രഹിക്കട്ടെ. അതല്ല, അതുപോലല്ല. എനിവേ, അത്രയ്ക്ക് ഒരു ഗ്രാൻഡിയർ ഫീൽ ചെയ്യുന്ന ട്രെയിലർ ആയിരുന്നു പ്രതിച്ഛായയുടേത്. ഒരു ത്രൂ ഔട്ട് പൊളിറ്റിക്കൽ ത്രില്ലർ വന്നിട്ട് കുറേ നാളായില്ലേ മലയാളത്തിൽ. അതുകൊണ്ടും നിവിൻ പോളിയെ അങ്ങനെ ഒരു ഷെയ്ഡിൽ കാണാനുള്ളൊരു താല്പര്യം കൊണ്ടും പടത്തിന് അത്യാവശ്യം പ്രതീക്ഷ ഉണ്ടായിരുന്നു. ട്രെയിലറിൽ കണ്ട ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മൻ സാമ്യവും പിന്നെ ഇലക്ഷൻ ചൂട് പിടിക്കുന്ന സമയത്ത് വരുന്നൊരു പൊളിറ്റിക്കൽ പടം, ഇങ്ങനെ പ്രതിച്ഛായക്ക് ഹിറ്റാവാൻ വേണ്ട സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്നിരുന്നു. പക്ഷേ പടം കൂടെ ഒത്തു വരണ്ടേ. ഫസ്റ്റ് ഡേ തന്നെ ബിലോ ആവറേജ് അഭിപ്രായങ്ങളാണ് സിനിമയ്ക്ക് വന്നത്. വലിയ സ്കെയിലിൽ ചെയ്ത പടത്തിൽ പിടിച്ചിരുത്തുന്ന ഒന്നും ഇല്ലായിരുന്നു എന്നതായിരുന്നു പൊതു അഭിപ്രായം. പോരാത്തതിന് സൗണ്ട് കൂട്ടിയടിച്ച BGM നല്ല രീതിക്ക് ക്രിറ്റിസിസം വാങ്ങിച്ചു. പതിയെ ഇങ്ങനൊരു പടം തന്നെ ആൾക്കാർ മറന്നു. ഇങ്ങനെ മറന്നുപോയ ഒരുപാട് സിനിമകളുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്തൊരു എപ്പിസോഡ് അതിനെപ്പറ്റി ചെയ്യാൻ തോന്നുന്നു. എപ്പോഴും ഇറങ്ങി നമ്മളെ ഓർമ്മയിൽ തന്നെ അങ്ങനെ ഇല്ലാതെ മാഞ്ഞു പോയ ചില സിനിമകളുണ്ട്. ആ സിനിമകളെ പറ്റി നമുക്കൊരു വീഡിയോ ചെയ്യാം. എന്തായാലും പ്രതിച്ഛായയിലോട്ട് വന്നാൽ നിവിൻ പോളിയെ വീണ്ടും ആൾക്കാർ ക്ഷമിച്ചു വിട്ട പോലെയാണ്. ഇതും പറ്റിയതിരിക്കട്ടെ, പോയൊരു നല്ല പടവുമായിട്ട് വാ എന്നൊരു മട്ടില് അല്ലേ. ഇനി നിവിൻ പോളി നല്ലൊരു പടമായിട്ട് വന്നാൽ നമ്മൾ പോയി കാണും, പടം ഹിറ്റാക്കി കൊടുക്കും. പ്രതിച്ഛായയുടെ കൃത്യമായൊരു കണക്കറിഞ്ഞൂടാ, പക്ഷെ വലിയ നഷ്ടമാവാനാണ് ചാൻസ്. അങ്ങനെ പ്രതിച്ഛായയുടെ പ്രതിച്ഛായ തകർന്നു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇത് പൊളിഞ്ഞാൽ പടമെടുക്കുന്നത് നിർത്തുമെന്ന് പറഞ്ഞ ബി ഉണ്ണികൃഷ്ണന്റെ നിലപാട് ഇനി എന്താണോ എന്തോ. ശരിക്കും പറഞ്ഞാൽ പുള്ളി നല്ലൊരു ഡയറക്ടറാണ്. എന്താണ് പുള്ളിയുടെ സിനിമകൾക്ക് പറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ക്രിപ്റ്റിന്റെ പോരായ്മയാണോ അതോ എന്താണെന്ന് ഒരു പിടിയില്ല. മേക്കിംഗ് ഒക്കെ അത്യാവശ്യം ഗ്രാൻഡായിട്ട് തന്നെയാണ് പുള്ളി ചെയ്യുന്നത്. ഇപ്പൊ വില്ലനായിരുന്നാലും ആറാട്ടായിരുന്നാലും അതിന്റെ മേക്കിങ്ങിനെ പറ്റി തൊട്ടൊന്നും ഒന്നും പറയാനില്ല. ഭയങ്കര ഗ്രാൻഡാണ് പടം. അങ്ങനെ ആയിപ്പോയെങ്കിലും സോ ഡയറക്ഷൻ നിർത്തേണ്ട കാര്യമൊന്നുമില്ല, പതിയെ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ അല്ലേ. മാർച്ച് മാസത്തെ അവസാനത്തെ മേജർ റിലീസ് ഡെർബി ആയിരുന്നു. ഹക്കീം ഷായെ നായകനാക്കി കടകൻ എന്ന സിനിമ സംവിധാനം ചെയ്ത സജിൽ മമ്പാട് കുറേയേറെ ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റി ആക്ടേഴ്സിനെയും പുതിയ ആൾക്കാരെയും വെച്ച് ചെയ്ത ഒരു ക്യാമ്പസ് ആക്ഷൻ പടം. പ്രകമ്പനത്തിന് ശേഷം സാഗർ സൂര്യയും അമീനും ഒരുമിച്ചെത്തുന്നു. ഇവർ രണ്ടുപേരെയും വെച്ചൊരു പോസ്റ്റർ വന്നത് റോഡിൽ കാണുമ്പോൾ പെട്ടെന്ന് പ്രകമ്പനത്തിന്റെ പോസ്റ്റർ പോലെ തന്നെ തോന്നിയിരുന്നു. ഈ സിനിമയിലെ നായകൻ എബ്രഹാം ഓസ്റ്ററിൽ മമ്മൂക്കയുടെ ചെറുപ്പം ചെയ്ത ആദം സാദിഖ്. ഒരു കോളേജ് തല്ലുമാലയാണ് ഇതെന്ന് ഡയറക്ടർ തന്നെ സിനിമയെ പറ്റി പറഞ്ഞിരുന്നു. പടത്തിന്റെ ട്രെയിലർ കണ്ടപ്പോഴാണ് ഇത് ഇത്രയും ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്തൊരു പടമാണ് എന്ന് തന്നെ മനസ്സിലാവുന്നത്. ട്രെയിലറിലെ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ചീസി ആയിരുന്നു. പേഴ്സണലി എനിക്ക് ട്രെയിലർ വർക്ക് ആയിരുന്നില്ല. ലീഗ് വേറെയാ, ടീം ഏതായാലും ഇട്ടുവല്ലേട്ടാ, ഇനി വാക്കോട് പ്രതീക്ഷിക്കണ്ട. പക്ഷേ ഒരു വൻ പടമാണിതെന്നൊരു കാര്യം ട്രെയിലറിൽ കാണിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. പക്ഷേ അറിയാലോ, ബിലോ ആവറേജ് അഭിപ്രായങ്ങളാണ് ഫസ്റ്റ് ഡേ മുതലേ സിനിമയ്ക്ക് വന്നത്. ഒരു ഇമോഷണൽ കണക്ഷനും തോന്നിക്കാതെ ഒന്നിനു പുറകെ ഒന്നായി അടിയും പാട്ടും ഒക്കെ വരുന്നൊരു പടം. ഇടയ്ക്ക് ഡയറക്ടറും ക്രൂ മെമ്പേഴ്സും മനഃപൂർവ്വം സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളെ എക്സ്പോസ് ചെയ്ത് മുന്നോട്ട് വന്നിരുന്നു. അങ്ങനെ സിനിമയെ ലൈം ലൈറ്റിൽ നിർത്താൻ കാര്യമായ ശ്രമങ്ങൾ നടന്നെങ്കിലും അതിനൊന്നും ഡെർബിയെ സേവ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ഫ്ലോപ്പോടെ മാർച്ച് മാസം ക്ലോസ് ആയി.
ഇനി ഫിൽമി ടോക്സ് മൂവി ഓഫ് ദി മന്ത്. $100 കോടി ക്ലബ് അടിച്ച് കുറേയേറെ ഹൗസ്ഫുൾ ഷോകൾ കളിച്ച ആട് 3 ആണോ, അതോ ലോ ബജറ്റിൽ വന്ന് സേഫായി പോസ്റ്റ് സെയിൽസിൽ നേട്ടമുണ്ടാക്കിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സംഭവമാണ് സംഭവം. മാർച്ച് മാസത്തെ ഫിൽമി ടോക്സ് മൂവി ഓഫ് ദ മന്ത് ഈസ് സംഭവം അധ്യായം 1. നമ്മളല്ലേ ആട് 3 പരക്കെ ഒരു നിരാശയൊന്നും അല്ലെങ്കിലും അതിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഉയർന്നില്ല എന്ന് തന്നെയാണ് ഭൂരിപക്ഷ അഭിപ്രായം, എൻ്റെയും അഭിപ്രായം. എന്നാൽ സംഭവം അങ്ങനെയല്ല. യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്നൊരു പടമാണ്. പരിപ്പൂട ത്രില്ലർ പ്രതീക്ഷിച്ചു പോയവർക്ക് നല്ലൊരു ഫാൻറ്റസി ടൈം ലൂപ്പ് പടം കിട്ടി. അതിൻ്റെ പെർഫോമൻസസിലും ഒക്കെ ചില പോരായ്മകളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, പലർക്കും അത് തോന്നിയിട്ടുണ്ടാവാം. അതൊക്കെ ഉണ്ടെങ്കിലും ഇത്തരം ചെറിയ നല്ല സിനിമകൾ ഇനിയും വരണം. അങ്ങനെ മറ്റൊരു അണ്ടർഡോഗ് മാർച്ച് മാസം പിടിച്ചു. സംഭവം അധ്യായം 1. ആകെ 2 പടങ്ങളാണ് ഈ മാസം തിയേറ്ററിൽ ഒന്ന് മര്യാദയ്ക്ക് ഓടിയത്. ഈ പറഞ്ഞതൊന്നും അല്ലാതെ വേറെയും കുറെ പടങ്ങൾ വന്നിട്ടുണ്ട്. കലേഷ് രാമാനന്ദവും ഹന്ന റജിയൊക്കെ അഭിനയിച്ച ഫേസസ് നല്ല ട്രെയിലറും പോസ്റ്ററുകളും ഒക്കെ ആയിരുന്നു. പക്ഷെ പടം തീരെ ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നെ ഇറങ്ങിയത് പോലും അറിയാത്ത കുറെ പടങ്ങളാണ് മാർച്ച് മാസത്തിൽ വന്നത്. ഈ കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ പടങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് തോന്നിക്കുന്ന പടങ്ങളുണ്ട്. മെറി ക്രിസ്മസ്, പിൻവാതിൽ, എറിക്, ബട്ടർഫ്ലൈ ഗേൾ 85, വെറി, ഇരവൻ, 6 ആണുങ്ങൾ, പൊന്നാപുരത്തി യക്ഷി, കല്യാണമരം, നേരത്തെ പറഞ്ഞ ജാൻഡ്, ഗ്രഹണം 2.0, ഇതൊക്കെയാണ് ആ പടങ്ങൾ. ഇതിനൊക്കെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ബട്ടർഫ്ലൈ ഗേൾ 85നെ പറ്റി ഞാൻ കേട്ടു. പുള്ളി അത്യാവശ്യം നല്ലൊരു ഡയറക്ടറാണ്. ഇതിലേതൊക്കെ നിങ്ങൾ കണ്ടു കേട്ടു കമന്റിൽ പറയും. ഏപ്രിൽ മാസത്തെ അനാലിസിസിൽ കുറേ ഉണ്ട് പറയാം. അപ്പോൾ ഏപ്രിൽ അനാലിസിസുമായി കാണാം.